തൃശൂരിൽ കുന്നംകുളത്തിന് പിന്നാലെ പീച്ചി സ്റ്റേഷനിലും പോലീസിന്റെ കസ്റ്റഡി മർദ്ദനം. ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും SI സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചു. പരാതിക്കാരനായ പാലക്കാട് സ്വദേശി ദിനേശനെ CI മർദ്ദിച്ചു എന്നാണ് മറ്റൊരു ആരോപണം. ജനമൈത്രി സ്റ്റേഷനുകൾ ജനദ്രോഹ സ്റ്റേഷനുകളായി മാറുമ്പോൾ ജനങ്ങൾക്ക് ആര് സംരക്ഷണം നൽകും എന്നാണ് ഇനി അറിയേണ്ടത്. കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വീണ്ടും തൊട്ടടുത്ത തൃശൂർ ജില്ലയിലെ തന്നെ പീച്ചി പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ, അതായത് ഒരു കസ്റ്റഡി മർദ്ദനത്തിൻ്റെ തന്നെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഹോട്ടലിലെ ജീവനക്കാരായ 2 പേരെ പരാതിക്കാരുടെ മുൻപിൽ വെച്ച് പീച്ചി SI രതി, അന്നത്തെ 2023 ഈ സംഭവം ഉണ്ടാകുന്നത്. അന്നത്തെ പീച്ചി SI ആയ രതീഷ് മുഖത്തടിക്കുന്നതും മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹോട്ടൽ ഉടമയായ ഔസേപ്പാണ് ഇതിൽ പ്രധാന പരാതിക്കാരൻ എന്ന് പറയുന്നത്. ഔസേപ്പ് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഹോട്ടലിൽ ബിരിയാണി കഴിക്കാനായി പാലക്കാട് സ്വദേശിയായ ദിനേശനും അതുപോലെ തന്നെ ദിനേശിൻ്റെ കൂടെ മറ്റ് ആളുകളും എത്തുന്നു. പക്ഷേ അവിടെ വെച്ച് ഇത്തരത്തിൽ ബിരിയാണിയുടെ ഗുണനിലവാരം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജീവനക്കാർ തമ്മിൽ തർക്കമാകുന്നു. ആ തർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് പിന്നീട് ഈ ദിനേശൻ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറഞ്ഞു. ആ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറഞ്ഞ സാഹചര്യത്തിലാണ് പിന്നീട് ഈ പരാതിക്കാരുടെ തന്നെ മുൻപിൽ വെച്ച് ഹോട്ടൽ ജീവനക്കാരെ വിളിച്ചു വരുത്തി അവരുടെ മുഖത്തടിക്കുന്നത്. 2 ജീവനക്കാരും അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായ ഈ ഔസേപ്പിൻ്റെ മകനെയും ലോക്കപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഔസേപ്പിൻ്റെ ഒരു പരാതി എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് 2023 മുതൽ തന്നെ ഔസേപ്പ് നിയമ പോരാട്ടം നടത്തുകയാണ്. പക്ഷേ ഇതുവരേക്കും അതിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകൻ ഉൾപ്പെടെ ഈ ഒരു കേസിൽ യാതൊരു വിധത്തിലും കൃത്യമായ നടപടി എടുത്തില്ല. ഒരു തരത്തിലും പോലീസിനെതിരെ ഒന്നും തന്നെ ചെയ്തുമില്ല. ഇതിൽ കൃത്യമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ വരെ സമീപിച്ചിട്ടുണ്ട് നിലവിൽ ഈ ഔസേപ്പ് എന്ന് പറയുന്ന പരാതിക്കാരൻ. അതേസമയം ഈ ഹോട്ടലിന് പുറത്ത് വെച്ച് തങ്ങളെ മർദ്ദിച്ചു എന്ന ആരോപണം ആണ് ദിനേശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിലും യാതൊരു വിധത്തിലും നടപടി ഉണ്ടായിട്ടില്ല. ആ വിഷയത്തിലും പോലീസ് തന്നെയാണ് പ്രതിസ്ഥാനത്തായി നിൽക്കുന്നത്. ദിനേശനും പോലീസിനെതിരെ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം ഈ ഹോട്ടലിന് പുറത്തുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ഹോട്ടൽ ജീവനക്കാരും ദിനേശനും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.